ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള പോമാണ്. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഒരു ബ്രീഫ് സമ്മറിയും ഈ പോമിന്റെ തീമുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ ആക്ടിവിറ്റീസും നോട്ട്സും സമ്മറിയും നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇഫ് എന്നുള്ള ഈ റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ ഈ ഒരു കവിത ലോകത്തിലെ തന്നെ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കവിതകളിൽ ഒന്നാണ്. ഒരു അച്ഛന് തന്റെ മകനോട് നൽകുന്ന കുറച്ച് ഉപദേശങ്ങളുടെ രൂപത്തിലാണ് ഈ ഒരു കവിത അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എ ഡിഡാക്റ്റിക് പോം ഗിവിംഗ് അഡ്വൈസ് ടു യങ് മെൻ. ഡിഡാക്റ്റിക് പോം എന്ന് പറഞ്ഞാൽ അഡ്വൈസിന്റെ രൂപത്തിലുള്ള പോം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന തരത്തിലുള്ള പോം. ഇത് അങ്ങനെയുള്ള ഒരു പോമാണ്. യങ് മെന്നിനുള്ള ഒരു അഡ്വൈസ് ആണ് അല്ലേ. ഈ ഒരു പോമിന്റെ സെൻട്രൽ തീം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റീസ് നീഡഡ് ഫോർ എ ട്രൂ മാൻഹുഡ്. സത്യത്തിൽ ഒരു മാൻഹുഡിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ്, എന്തെല്ലാം കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കണം, എന്തെല്ലാം പ്യുവർ ക്വാളിറ്റീസ് വേണം എന്നുള്ളത്. ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? കീപ് കാം വെൻ അതേഴ്സ് ലൂസ് കൺട്രോൾ. അതായത് ബാക്കിയുള്ള ആളുകളുടെ കൺട്രോൾ എല്ലാം പോയി പലതും പറയും, പല രീതിയിലും റിയാക്ട് ചെയ്യും. ബട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും കീപ് കാം, ഭയങ്കര ശാന്തമായിരിക്കണം എന്നാണ് പറയുന്നത്. ട്രസ്റ്റ് യുവർ സെൽഫ് ഈവൻ വെൻ ഡൗട്ടഡ് ബൈ അതേഴ്സ്. നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം വേണം, ബാക്കിയുള്ള ആളുകൾ നമ്മെ വിശ്വസിക്കാതിരിക്കുമ്പോഴും ഡൗട്ട് ചെയ്യുന്ന സമയത്തും എല്ലാം. ബി പേഷ്യൻറ്റ്, ഓണസ്റ്റ് ആൻഡ് അവോയ്ഡ് ഹേറ്റ്രഡ്. എപ്പോഴും എന്താണ്? ശാന്താവുക, പേഷ്യൻ്റ് ആവുക. ഓക്കെ, ഓണസ്റ്റ് ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഈ ഒരു വെറുപ്പ് കാര്യങ്ങളും എല്ലാം ഒഴിവാക്കുകയും വേണം. സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? ഡ്രീം ബട്ട് ഡോണ്ട് ബി സ്ലേവ് ടു ഡ്രീംസ്. അതായത് നമ്മൾ ഒരുപാട് ഡ്രീം കാണണം, പക്ഷെ നമ്മൾ ഒരിക്കലും ഡ്രീമിന്റെ അടിമയായി പോകാൻ പാടില്ല. നമ്മളായിരിക്കണം ടോപ്പിലുണ്ടാവേണ്ടത്. നമ്മൾ ഡ്രീം കാണുക, പക്ഷെ എന്ത് ചെയ്യരുത്? അതിന് അടിമപ്പെട്ടു പോകരുത്. തിങ്ക് ഡീപ്ലി ബട്ട് ഡോണ്ട് ഓവർ തിങ്ക്. നമ്മൾ ഡീപ്പായിട്ട് ചിന്തിക്കണം, എല്ലാ കാര്യങ്ങളും ആഴത്തിൽ ചിന്തിക്കണം, പക്ഷെ എന്താവരുത്? അത് ഓവർ തിങ്കിങ് ആയിട്ട് മാറരുത്. ട്രീറ്റ് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആസ് ഈക്വൽ ഇമ്പോസ്റ്റേഴ്സ്. അതായത് വിജയത്തിനെയും അതുപോലെ ദുരന്തത്തെയും പരാജയത്തെയും രണ്ടിനെയും ഈക്വൽ ആയിട്ട് കണക്കാക്കുക. രണ്ടും ഒന്നിനൊന്ന് മെച്ചം. ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ വഞ്ചകർ എന്നൊക്കെയാണ്. അതായത് രണ്ടിനെയും ഈക്വൽ ആയിട്ട് കണക്കാക്കുക. അക്സെപ്റ്റ് ലൈസ്, ട്വിസ്റ്റ് ആൻഡ് ഫെയിലിയേഴ്സ് വിത്ത് കറേജ്. ലൈഫിലുള്ള എല്ലാ കള്ളങ്ങളും ട്വിസ്റ്റും തോൽവികളും എല്ലാം എന്താണ്? ധൈര്യത്തോടെ ആയിരിക്കണം അക്സെപ്റ്റ് ചെയ്യേണ്ടത്. തേർഡ് സ്റ്റാൻസ് എന്താണ് പറയുന്നത്? റീബിൽഡ് ലൈഫ് ആഫ്റ്റർ ലോസസ് വിത്ത് ഓൾഡ് ടൂൾസ്. അതായത് എന്തൊക്കെ തോൽവികൾ സംഭവിച്ചാലും അതിനുശേഷം എന്ത് ചെയ്യണം? ലൈഫ് റീബിൽഡ് ചെയ്യണം. നമ്മൾ റീബിൽഡ് ചെയ്യണം. എന്ത് വെച്ചിട്ട്? ഓൾഡ് ടൂൾസ്. എന്താണ് ഈ ഓൾഡ് ടൂൾസ്? നമ്മൾ ഒരുപാട് പരാജയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ഓരോ പുതിയ പുതിയ ലെസൺസ് ആണ് അല്ലേ. ഇതാണ് ഈ ഓൾഡ് ടൂൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മളെ ആയുധങ്ങളാണ്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പുതിയൊരു ലൈഫ് ബിൽഡ് ചെയ്യേണ്ടത്. റിസ്ക് ഓൾ വിന്നിങ്സ്, സ്റ്റാർട്ട് അഗെയിൻ വിത്തൗട്ട് കംപ്ലൈന്റ്. എല്ലാ വിജയങ്ങളും നമ്മൾ റിസ്കിൽ വെച്ചിട്ട് നമ്മൾ റീബിൽഡ് ചെയ്യാനല്ലേ, ഒരു കംപ്ലൈന്റും ഇല്ലാതെ ഫസ്റ്റ് തൊട്ട് എന്താണ്? സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. പുഷ് ഹാർട്ട് ആൻഡ് നെർവ് ടു വർക്ക് ഈവൻ വെൻ ടയേർഡ്. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ നമ്മെ തന്നെ പുഷ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? വർക്ക് ചെയ്യാൻ. നമ്മൾ എത്രത്തോളം ടയേർഡ് ആയിക്കോട്ടെ, നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഫോർത്ത് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? മിക്സ് വിത്ത് ക്രൗഡ്സ് ബട്ട് കീപ് വെർച്യൂ. ക്രൗഡിന്റെ കൂടെ മിക്സ് ചെയ്യാം, ജനക്കൂട്ടത്തിന്റെ കൂടെ മിക്സ് ചെയ്യാം, പക്ഷെ നമ്മൾ എങ്ങനെയായിരിക്കണം? വെർച്യൂ, നമ്മൾ നല്ല പെരുമാറ്റമായിരിക്കണം കാഴ്ചവെക്കേണ്ടത്. അതുപോലെ എന്താണ്? നമ്മളെ ബിഹേവിയർ മാന്യമായിരിക്കണം. വാക്ക് വിത്ത് കിങ്സ് ബട്ട് സ്റ്റേ ഹംബിൾ. നമ്മൾ രാജാവിന്റെ കൂടെ നടക്കുകയാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും വിനയം കാട്ടിയിരിക്കണം. അതായത് സ്റ്റേ ഹംബിൾ ആയിരിക്കണം. ഫൈനൽ മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? മാസ്റ്റർ ടൈം, സെൽഫ് ആൻഡ് വാല്യൂസ്, ദെൻ യു വിൽ ബി എ മാൻ മൈ സൺ. അതായത് ടൈം എന്ന് പറഞ്ഞാൽ ആരെയും വെയിറ്റ് ചെയ്യുന്ന ഒന്നല്ല അല്ലേ. ആ ഒരു ടൈമിന് നമ്മൾ മാസ്റ്റർ ചെയ്യണം, നമ്മൾ അതിന് വാല്യൂ കൊടുക്കണം. ടൈമിന് വാല്യൂ കൊടുത്താൽ നമ്മൾ എന്താണ്? നമ്മൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യും അല്ലേ. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു മനുഷ്യനാവുന്നത്. യു വിൽ ബി എ മാൻ മൈ സൺ. നീ ഒരു നല്ലൊരു മനുഷ്യനാവുന്നത് ആ ഒരു സമയത്താണെന്ന് പറയാണ്. ടൈമിന് വാല്യൂ കൊടുക്കുക. ഇത്രയാണ് ഈ ഒരു പോം. ഇനി നമുക്ക് ഇതിന്റെ തീംസ് എന്തൊക്കെയാന്ന് നോക്കാം. എന്തൊക്കെയാണ്? സെൽഫ് കൺട്രോൾ, നമുക്ക് നമ്മളിൽ തന്നെ ഒരു കൺട്രോൾ അല്ലെ. റെസിലിയൻസ്, പ്രതിരോധ ശേഷി. അതുപോലെ ഹ്യൂമിലിറ്റി, വിനയം വേണം. പേഴ്സീവറൻസ്, ദൃഢനിശ്ചയം. ബാലൻസ്ഡ് ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്. ഇത്രയാണ് ഇതിന്റെ തീംസ്. ഈ ഒരു പോയിന്റ്സ് എല്ലാം എലാബറേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു പോയത്തിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് നോട്ട്സും കാര്യങ്ങളും ഒക്കെ നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്. സൈറ്റിന്റെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക. എക്സാം സൂപ്പർ ആക്കിയിട്ട് എഴുതുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്